ഇടുക്കിയിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളായി മത്സരിക്കാനിറങ്ങിയ അച്ഛന്റെയും മകളുടെയും വിശേഷങ്ങൾ കാണാം. അച്ഛന്റെ പരിചയസമ്പത്തിന്റെയും മകളുടെ ചുറുചുറുക്കിന്റെയും ആത്മവിശ്വാസത്തിലാണ് ഇടുക്കിയിൽ ഇടതുപക്ഷം ഉള്ളത്. വോട്ട് തേടി വീടുകളിലേക്ക് എത്തുന്ന ഇവരെ ഇരുകൈയും നീട്ടിയാണ് ഓരോ കുടുംബവും സ്വീകരിക്കുന്നത്. ടീം ഇടുക്കി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. എന്തൊക്കെയുണ്ട് നിങ്ങൾ അറിഞ്ഞില്ലേ? അച്ഛനും മകളും എൽഡിഎഫിന് വേണ്ടി മത്സരിക്കണം. അതെവിടെയാ? കരിമണ്ണൂര്. ഓ, നമ്മളെ കരിമണ്ണൂര്. ആ മനു, നമുക്കൊന്ന് അങ്ങോട്ട് പോയാലോ? സ്ഥാനാർത്ഥി CP രാമചന്ദ്രൻ ഇളംദേശം ബ്ലോക്ക് പഞ്ചായത്ത് കോടിക്കുളം ഡിവിഷനിൽ നിന്നും ഇടതുപക്ഷത്തിനായി ജനവിധി തേടുന്നു. വർഷങ്ങളായി പൊതുപ്രവർത്തന രംഗത്തെ സജീവ മുഖമാണ് CPR എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഇദ്ദേഹം. ഇത്തവണ യുവത്വത്തിന്റെ ആവേശമായി CPRന്റെ പാതയിൽ മകൾ ആര്യ രാമചന്ദ്രൻ കൂടി കരിമണ്ണൂർ പഞ്ചായത്ത് ആനിക്കുഴ 2-ാം വാർഡിൽ നിന്നും മത്സര രംഗത്തുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇടനെഞ്ചോട് ചേർത്ത് പിടിച്ചുള്ള ജീവിതയാത്ര. CPRന് എല്ലാത്തിനും അപ്പുറമാണ് പാർട്ടി നിർദ്ദേശത്തെ തുടർന്ന് മത്സരത്തിനിറങ്ങുമ്പോൾ ജനങ്ങളുമായി സംവദിക്കാനുള്ളത് ഇടതുപക്ഷ സർക്കാരിന്റെ വികസനങ്ങൾ പറഞ്ഞുകൊണ്ട് അവരോടൊപ്പം നമ്മൾ നിൽക്കും എന്ന് പറഞ്ഞുകൊണ്ടും അതുപോലെ അവരുടെ ആവശ്യം തീർച്ചയായും അത് നടപ്പിലാക്കാൻ കഴിയും എന്ന് ഉറപ്പ് കൊടുത്തുകൊണ്ടാണ് കേരള ഗവൺമെൻറ്റിൻ്റെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ ആളുകൾ വളരെ ഭയങ്കരമായി സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോഴാണ് ഈ പെൻഷൻ 3600 രൂപ വെച്ച് ആളുടെ കയ്യിലേക്ക് ഇടുന്നു. അതുപോലെ ഈ കുടുംബിനികളായ അവർക്ക് 1000 രൂപ വെച്ച് കൊടുക്കാൻ ഗവൺമെൻറ് തീരുമാനിച്ചത് അത് നല്ല ആവേശകരമായിട്ടാണ് സ്വീകരിക്കുന്നത്. വലതിന്റെ കോട്ട പിടിക്കാനാണ് ആര്യ ഇറങ്ങുന്നത്, അതും തികഞ്ഞ ആത്മവിശ്വാസത്തിൽ. വലിയ ആത്മവിശ്വാസത്തിലാണ്. കോട്ടയാണ്, കോൺഗ്രസിന്റെ ഒരു കോട്ടയാണെന്നാണ് പറയുന്നത്. അത് പൊളിക്കണമെന്നുണ്ട്. അങ്ങനെയാണ്. ഇത്തവണ തകർക്കാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് മുന്നോട്ട് പോകുന്നത്. CPRന്റെ ഗൃഹസന്ദർശനം ഒരു പുതുമയല്ല. ആവശ്യഘട്ടങ്ങളിൽ കൂടെ ഉണ്ടാകുമെന്നത് വെറും വാക്കായി മാത്രം നിലനിർത്താതെ തെളിയിച്ചു നൽകിയത് പല തവണയാണ്. അതിനാൽ ഈ അച്ഛനെയും മകളെയും ചേർത്തു പിടിക്കാതിരിക്കാൻ ഈ നാടിന് സാധിക്കില്ല. പുള്ളിക്കാരൻ ഞങ്ങൾക്കറിയാം, ഒരു കുഴപ്പമില്ല. ഉപകാരം ഉണ്ടാവും ഞങ്ങൾക്കറിയാം, കുഴപ്പമൊന്നുമില്ല. കൈരളി ന്യൂസ്, ടീം ഇടുക്കി.